സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും പഞ്ചായത്ത് പ്രസിഡന്റും അധികാരത്തിൽ വന്നപ്പോൾ CPIM-ന് തദ്ദേശ ഭരണം കുട്ടിക്കളിയെന്ന് പരിഹസിച്ചവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇരുവരുടെയും ഭരണ മികവ് കൊണ്ടാണ് പിന്നീടുള്ള 5 വർഷം അവരുടെ തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് വികസന സന്ദേശ ജാഥ നയിക്കുന്നതിന്റെ തിരക്കിലാണ്. രേഷ്മ മറിയം റോയിയുടെ വിശേഷങ്ങൾ അറിയാൻ കാണാമിനി ഈ റിപ്പോർട്ട്. എല്ലാ ആളുകളുടെയും പൂർണ്ണമായ പിന്തുണയിൽ നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പല മേഖലകളിൽ കൃത്യമായി അവലോകനം ചെയ്ത് അതിന്റെ ടീം പരിശോധിച്ച് ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്വരാജ് ട്രോഫി തുടർച്ചയായി ലഭിച്ചതിന്റെ ഭാഗമായി 40 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായത്. ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഒരു തവണയല്ല 2 തവണയാണ് സ്വരാജ് ട്രോഫിക്ക് അർഹയായത്. രേഷ്മ നമ്മളോട് ചേരുകയാണ്. രേഷ്മ, ഇപ്പോൾ ഒരു വികസന സന്ദേശ യാത്ര, അതായത് ഈ 5 വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് മൈക്കിൽ കൂടെ തന്നെ വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ നേട്ടങ്ങൾ, അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ വികസന സന്ദേശ യാത്രയിലേക്ക് എത്തിയത്. അതെ, വികസന സന്ദേശ ജാഥ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയുമായിട്ടാണ് വികസന സന്ദേശ ജാഥ നടത്തുന്നത്. ഞാൻ ആദ്യം സൂചിച്ചേട്ടൻ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന നിലയിൽ അറിയപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ മികച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊപ്പം എൻ്റെ എല്ലാ ജനപ്രതിനിധികളും, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം 2 തവണ നേടിയെടുക്കുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുക, ഞങ്ങൾ വരുന്നതിന് ഫയൽ നോക്കിയപ്പോൾ നമ്മൾ ചെയ്ത വാർത്തകളുടെ അപ്പം ഈ പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ചേർത്തപ്പം ഈ റോഡും വികസനമൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ അരുവാപ്പുലം റൈസ്, അരുവാപ്പുലം ചില്ലീസ്, അരുവാപ്പുലത്തെ കഫ, അങ്ങനെ ഈ അരുവാപ്പുലത്തെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പദ്ധതികൾ ഈ 5 വർഷം കൊണ്ടുവരാൻ സാധിച്ചു അല്ലേ? നമ്മുടെ അതൊരു ഗ്രാമപ്രദേശമാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമത്തെ കൂടി ബ്രാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അരുവാപ്പുലം ചില്ലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്യമൃഗശല്യം ഇവിടെയുണ്ട്. അപ്പോൾ ആ വന്യമൃഗശല്യത്തെ കൂടി പരിഹരിക്കുന്നതിനും അതിനൊപ്പം തന്നെ കൃഷി ആദായകരമാകുമ്പോഴല്ലേ കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ വരും. ഒപ്പം സ്ത്രീകളായിട്ടുള്ളവർ കൃഷി ചെയ്യാൻ ധാരാളം തയ്യാറായി വന്നു. അപ്പോൾ അവരെ കുടുംബശ്രീക്കാരെ എല്ലാം ചേർത്തുകൊണ്ട് അരുവാപ്പുലം ചില്ലീസ് എന്ന പേരിൽ നമ്മൾ അവർക്ക് മുളക് തൈകൾ നൽകി. അവർ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്തു. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തതിൻ്റെ ഭാഗമായി ലഭിച്ച വിളവ് കൊണ്ടാണ് അതിൽ നിന്ന് ലഭിച്ച മുളക് പൊടിയാക്കി വിപണിയിൽ ഇറക്കിയതാണ്. നമ്മുടെ കർഷക കഫേ വഴി വിറ്റതാണ് അരുവാപ്പുലം ചില്ലീസ്. 10-25 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നെൽകൃഷി അന്യം നിന്നുപോയി. ധാരാളമായി നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അരുവാപ്പുലം. അപ്പോൾ ആ പഴയ കാർഷിക സമൃദ്ധിയിലേക്ക് നമ്മുടെ നാടിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ധാരാളം ഏക്കർ സ്ഥലം നമ്മൾ എടുത്ത് കൃഷി ചെയ്താണ് അരുവാപ്പുലം റൈസ് പുറത്തിറക്കിയിട്ടുള്ളത്. അങ്ങനെ അരുവാപ്പുലത്തെ കൂടി ബ്രാൻഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. നടപ്പാക്കിയ വികസനങ്ങൾ മെമ്പർമാർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണസമിതിക്ക് എത്തിക്കാൻ സാധിക്കുന്ന വലിയ നേട്ടം തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.